സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് നാരായണീയത്തിൽ നമ്മൾ ഇന്നലെ കണ്ടത് ഭക്തിയെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതായിട്ടുള്ള ആഗ്രഹങ്ങളില്ലാത്തവരെയാണ് ധന്യന്മാരായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അവരെപ്രകാരത്തിലായിരിക്കും ഉണ്ടാവുക? നാമങ്ങൾ ചൊല്ലി ഭഗവാന്റെ രൂപത്തെ സ്മരിച്ച് ഗുണകഥകൾ പറഞ്ഞ് പരമമായിരിക്കുന്ന ആനന്ദസമുദ്രത്തിൽ മുങ്ങിയവരും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവരും ആയവരാണ്. അപ്പം അങ്ങനത്തെ ആളുകളെ അങ്ങയിൽ തന്നെ രമിക്കുന്ന രമന്തേ ധന്യന്മാർ. ഈ ലോകത്തിൽ ഏറ്റവും ധന്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ ഈ ഒറ്റ കാര്യം തന്നെ ഉള്ളൂ. ഇനി അടുത്ത ശ്ലോകം. ഗതക്ലിഷ്ടം കഷ്ടം തപചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംബോജസ്മരണരസിയോ നാമനിവഗാനകം ഗായം ഗായം വചനവിഭക്ത്യാമി വിജനേ. ഈ ശ്ലോകത്തിൽ ഭക്തിക്ക് തടസ്സമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ ഇല്ലാണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭക്തി വേണമെങ്കിൽ അതിന് തടസ്സങ്ങളില്ലാതെ ആവണമല്ലോ. തടസ്സപ്പെടുത്തുന്ന സംഗതികൾ എന്തുണ്ടെങ്കിലും ആ കാര്യം നടക്കില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതിൽ നിന്നൊന്ന് എന്നെ കാക്ക് എന്നെ വേണം. ഒന്ന് ഗതക്ലിഷ്ടം രോഗമാണ് ഇപ്പോൾ ഇവിടെ എനിക്കുള്ളത്. വാതരോഗം കൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് രചിച്ചതെന്നാണ് ഐതിഹ്യം. അപ്പോൾ വാതരോഗമാണ് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഈ രോഗം വല്ലാതെ ഉള്ളപ്പോൾ എങ്ങനെ ഈശ്വരനെ സ്മരിക്കാൻ പറ്റും? സുഖസൗകര്യങ്ങൾ കുറഞ്ഞാലോ പരമാവധി ലേശം വിശപ്പോ, അല്ലാത്ത വിശപ്പല്ല, ചെറിയ വിശപ്പ് അടക്കം സഹിക്കാം. എന്നാൽ രോഗം കൊണ്ട് വളരെ വേദന ഉണ്ടാവുമ്പോൾ എങ്ങനെ ഞാൻ അങ്ങയെ സ്മരിക്കും? അതുകൊണ്ട് ഗതക്ലിഷ്ടം കഷ്ടം, ഗതം രോഗം, ക്ലിഷ്ടം ആ രോഗത്തിൽ നിന്ന് എനിക്കുണ്ടാകുന്ന വേദന, ക്ലേശം, ക്ലിഷ്ടം. അതുകൊണ്ട് തവചരണസേവാരസപരേപി അനാസക്തം ചിത്തം ഭവതി. ഇപ്പോൾ ഭഗവാനെ വിചാരിക്കുകയാണെങ്കിൽ അതിനും വേണ്ട ഒരു മിനിമം സൗകര്യം എന്ന് പറഞ്ഞ പോലെ ശരീരമെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ. എല്ലാ ധർമ്മത്തിനും അടിസ്ഥാനം ശരീരം മാത്രമാണെന്നും മറ്റൊന്നും വേണമെന്നില്ല, മറ്റതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൂട്ടുക. അത് വേണം, ഇത് വേണം, അതില്ലാതെ വയ്യാന്ന്. അങ്ങനെ ശരി, സമ്മതിക്കാം. പക്ഷെ ആ ശരീരമെങ്കിലും വേണ്ടേ? ഇവിടെ അതും ഇല്ലാത്ത മട്ടാണിപ്പോൾ. കാരണം അത് രോഗം കൊണ്ട് വല്ലാതെ കാല് വേദനിക്കുക, കൈ വേദനിക്കുക, ഇങ്ങനെ വയ്ക്കുമ്പോൾ എങ്ങനെ നാമം ചെല്ലാനും പറ്റും? എങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റും? അതിരിക്കാൻ വയ്ക്കണ്ടേ? അപ്പോൾ സർവേശ്വര ഗതക്ലിഷ്ടം കഷ്ടം, കഷ്ടം ആയിട്ടുള്ള ഈ സംഗതി പറയണ ചിത്തം തവ ചരണസേവാരസപരേപി അനാസക്തം ചിത്തം അനാസക്തം ഭവതി. തവ ചരണസേവാരസപരം, അങ്ങയുടെ തൃക്കാൽ ഭജിച്ചിട്ടുള്ള ആ ഒരു ആനന്ദം അനുഭവിക്കാൻ പോലും കഴിയുന്നില്ല. അതിൽ മനസ്സ് ഈശ്വരനിൽ വരുന്നില്ല. കാരണം വേദന വരുമ്പോൾ അവിടേക്കാണ് മനസ്സ് പോണത്. അല്ലെങ്കിൽ വേദന കൊണ്ട് അങ്ങയെ സ്മരിക്കാൻ തടസ്സമായിട്ട് വരുന്നു. അതിനും വേണ്ട ഒരു സ്വാസ്ഥ്യം ശരീരത്തിന്. ഇപ്പം ഗതക്ലിഷ്ടം കഷ്ടം എന്ന് പറയുകയാണ്. കഷ്ടമായിട്ടുള്ള അവസ്ഥയിൽ തപചരണസേവാരസപരേപി അനാസക്തം ഭവതി, അതിൽ ശക്തി ഉണ്ടാവണില്ല. ഭഗവാനെ ഭജിക്കുന്നതിൽ തൃപ്തി അല്ലെങ്കിൽ അതിലുള്ള ഒരു ആഗ്രഹമോ അതിലുള്ളൊരു ശ്രദ്ധയോ ഉണ്ടാവണില്ല. ഇത് മാറാൻ ഇപ്പം എന്താ വേണ്ട, ഏത് വൈദ്യനെ കാണണ്ട, ഏത് മരുന്ന് കഴിച്ചാലാ മാറുക, പ്രകാരമുള്ള ചിന്തയാവും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് വരിക. ഇപ്പോൾ ഇവിടെ രോഗം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് വേറൊരാളെ സംബന്ധിച്ചപ്പോൾ അത് തന്നെ ആവണമെന്നൊന്നുമില്ല. അടിസ്ഥാനമായിട്ട് ഒരാൾക്ക് ഉള്ള കാര്യങ്ങൾ
സാധാരണ നിലയ്ക്ക് ഗൃഹസ്ഥാശ്രമം വേണം. അതിന് അവനവൻ്റെ കയ്യിൽ ജോലിയോ വരുമാനമോ വേണം. അതില്ല. ഒരു വിവാഹം കഴിക്കാൻ പറ്റാത്ത ഗൃഹസ്ഥാശ്രമം വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊന്ന് ശരിയായി കിട്ടണം എന്ന ചിന്ത ഉണ്ടാവാതിരിക്കുമോ? ഈ വിവാഹം കഴിഞ്ഞു ഒരു കുട്ടികളെങ്കിലും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത നമ്മളെ അലട്ടില്ലേ? എല്ലാമാണ് ശരിയായിട്ടുണ്ട്, കുട്ടികളുണ്ട്. പക്ഷേ വീട് കഴിയാനുള്ള പൈസ ഇല്ല വെച്ചാലോ? കഷ്ടകാലത്തിന് ഇങ്ങനെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ആ കുടുംബം കൊണ്ടു നടത്താനുള്ള ധനം കയ്യിലില്ലെങ്കിൽ എന്തുതന്നെയായാലും ദാരിദ്ര്യ ദുഃഖം ഒരു വലിയ ദുഃഖമാണ് അല്ലേ? വൈകുന്നേരത്തേക്ക് വയ്ക്കാൻ എന്താ ചെയ്യുക, നാളേക്ക് വയ്ക്കാനില്ല, അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അരി ആരോടാ ചോദിക്കുക? അപ്പോൾ ആ ഒരു ദുഃഖം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഗതെന്ന് പറഞ്ഞുവെങ്കിലും അങ്ങനെയുള്ള വിഷമങ്ങൾ നടത്താം. കാറോ ബംഗ്ലാവോ മറ്റ് സൗകര്യങ്ങളോ ഗെയിമായിട്ട് അതൊക്കെ വിട്ടേക്കുക. അതൊന്നുമില്ല. അതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ ഭക്തനതൊന്നും അങ്ങനെയുള്ളതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. കട്ടിച്ച് കഴിച്ചു കൂട്ടാനുള്ളതേ ആഗ്രഹിക്കുക. പക്ഷെ ആ കഴിച്ചു കൂട്ടാനുള്ളതും കൂടി ഇല്ല എന്ന് വന്നാലോ? അങ്ങനെ എത്രയോ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, കുടുംബം കഴിച്ചു കൂട്ടാൻ വഴിയില്ലാത്തവർ. അതല്ലേ നേരം പ്രഭാതമായി കണ്ണ് തുറന്നാൽ അവരുടെ മനസ്സിലുണ്ടാവുക, ഈശ്വര അങ്ങനെ ഒരു ജീവിതം വേണ്ടി വന്നല്ലോ, എല്ലാറ്റിനും മറ്റൊരാളെ ആശ്രയിക്കുക. വിവാഹം കഴിച്ചിട്ടുള്ള പത്നിയെ ഞാൻ കാരണം ബുദ്ധിമുട്ടിക്കേണ്ടി വരിക. കുചേലവനെ പോലെയുള്ള മനസ്സുറപ്പ് നമുക്കില്ലല്ലോ. അപ്പോൾ ആ ചിന്ത മനസ്സിലുണ്ടാവും. ദുഃഖം, ഗതം എന്ന് പറഞ്ഞാൽ രോഗം പ്ലസ് മറ്റെന്തും, വലിയ സുഖസൗകര്യങ്ങളല്ലാത്ത എന്തും അതിൽ കൂടെ നമുക്ക് കണക്കാക്കാം. രോഗമാവാം, ദാരിദ്ര്യമാവാം, കുടുംബമില്ല ഒരാൾക്ക് വെച്ചാൽ വിവാഹം കഴിയാത്ത പ്രശ്നമാവാം, കുട്ടികളില്ലാത്ത, ഇതൊന്നും ഒരു അധർമ്മ ചിന്തയില്ല. ഇതൊക്കെ ധർമ്മമാണ്. ഒരാൾക്ക് ബുദ്ധണ്ടായാലേ അവർക്ക് പരലോകത്ത് സുഖമുള്ളൂ എന്ന് ശാസ്ത്രം അടക്കം പറയുന്നു. അപ്പോൾ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചാൽ അത്യാഗ്രഹമാണോ? ഇല്ലാത്തവരോട് ചോദിക്കണം. അപ്പം അതിൻ്റെ ദുഃഖം അറിയണം വെച്ചാൽ ഒരിക്കലും അത് അത്യാഗ്രഹമല്ല. ആ ഒരു ദുഃഖം മനസ്സിനെ ബാധിച്ചു എന്നുണ്ടാവും. ഇതൊക്കെയാണ് കുട്ടികളും ഉണ്ട്. കഴിച്ചു കൂട്ടാനുള്ള സമ്പത്തില്ലെങ്കിലോ അതും കുട്ടി ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. അതിനെ വേണ്ട പോലെ നോക്കാനുള്ള പൈസ കയ്യിൽ വേണം, ധനം. ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ എന്ന് നമുക്ക് എടുക്കാം. പൊതുവെ ഇവിടെ ഗതെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തപശരണ സേവാരസേപ്യനാസക്തം ഭവതി. അതുകൊണ്ട് കുറച്ച് നാമം ഇരുന്ന് ജപിച്ചളയാം എന്ന് വിചാരിച്ചാൽ പോലും സർവേശ്വര ഇത്തരം ദുഃഖങ്ങൾ വന്ന് അലട്ടുന്നത് കാരണം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം. അതുകൊണ്ട് അങ്ങ് എൻ്റെ ഈ വിഷയത്തിൽ ലേശൊരു ദയ ചെയ്യണം എന്ന് പറയണം. എന്നുവെച്ചാൽ ഈ പ്രശ്നങ്ങളൊന്ന് മാറ്റണം. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് മാറ്റി തന്നാൽ ആ പ്രശ്നത്തിലുള്ള എന്നോട് ദയ കാണിക്കണം. ഈ വിഷയത്തിലൊരു ദയ എന്നോട് കാണിക്കണമേ എന്നുവെച്ചാൽ രോഗത്തിന് കുറവുണ്ടാക്കി തരണം. നമ്മൾ എന്ത് പ്രശ്നമാണ് നേരിടുന്നത് എങ്കിൽ അതിൽ നിന്ന് ഒരു കുറവ് വരുത്തിയിട്ട് അങ്ങയെ സേവിക്കാൻ എനിക്ക് അത് മാത്രമേ ഉള്ളൂ. എന്ത് വേണോ അങ്ങയെ സേവിക്കാൻ അത്രയും മതി. അല്ലാത്തതൊന്നും വേണ്ട. ആ സേവയ്ക്കുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ അതെനിക്ക് ഉണ്ടാക്കി തരണ്ടേ. ഒന്ന് ജീവിക്കാനുള്ള അത്യാവശ്യം വേണ്ട ധനം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു അതിനൊരു കുട്ടി ഉണ്ടാവുക, ആ കുടുംബം കൊണ്ടു നടത്താനുള്ള അത്യാവശ്യ കാര്യങ്ങൾ, അതിൽ സംതൃപ്തി ഉണ്ടാവാനുള്ള കാര്യങ്ങൾ എനിക്ക് നൽകി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അങ്ങേ ഭജിക്കുക. അല്ലാണ്ട് വേറെ ലക്ഷ്യം സുഖിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുതയാം. അടുത്ത ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം അത് തന്നെയാണ്. കല്യതാം മമ കുരുഷ്യതാവതിം കല്യതേ ഭവതുപാസനം യയാം. അങ്ങയെ ഉപാസിക്കാനുള്ള കല്യത, ആരോഗ്യം എനിക്ക് തരണേന്നാണ്. സുഖിക്കാനോ ഓടിച്ചാടാനോ സ്പോർട്സിൽ പങ്കെടുക്കാനോ ആരോഗ്യം ചോദിച്ചില്ല. വേണ്ട, അതൊന്നും എനിക്ക് വേണ്ട. കല്യതാം മമ കുരുഷ്യതാവതിം കല്യതേ ഭവതുപാസനം. അങ്ങയെ ഉപാസിക്കാനൊന്ന് കുളിക്കണം, രാവിലെ ദേഹശുദ്ധി വരുത്തണ്ടേ, ചമ്രം പടിഞ്ഞിരിക്കണ്ടേ. അത് പറയണു ശാസ്ത്രത്തിലൊക്കെ. ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നാലേ പറ്റൂ. കാല് വേദനിച്ചാൽ എങ്ങനെ കാല് മടക്കിയിരിക്കും? സർവേശ്വര, കുളിക്കാൻ പറ്റാണ്ടാവുക, തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റാണ്ടാവുക. അപ്പോൾ അതൊക്കെ അതിനുള്ള ഒരു സൗകര്യം എനിക്ക് കിട്ടിയാൽ മതി. കുളിച്ച് എവിടെയെങ്കിലും എന്നിട്ട് ഇവിടെ പറയണം ഭവത്പാദാംബോജസ്മരണരസികയോ. അങ്ങനെയുള്ള ആരോഗ്യം എനിക്ക് തന്നാൽ അനാസക്തം ചിത്തം ഭവതി അങ്ങയിൽ
കേന്ദ്രീകരിക്കാനുള്ള മനഃശക്തി വേണമെങ്കിൽ എന്ത് വേണം? ശരീരം ഇല്ലാത്തതാവണം. രോഗരഹിതമായിട്ടുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ഈശ്വരനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂ. അതിവിടെ ഗതക്ലിഷ്ടം, രോഗങ്ങൾക്ക് അന്ന് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു സർവേശ്വര. അവിടെ വേദനിച്ചാലും ഇവിടെ വേദനിച്ചാലും കാല് മടക്കിയിരിക്കാൻ പറ്റാണ്ടായാലും ഒക്കെ ഈ ഭഗവാനെ ഭജിക്കുന്നത് തടസ്സമല്ലേ? അപ്പോൾ ആ ആരോഗ്യം എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സുഖം അനുഭവിക്കാൻ അത് ഉപയോഗിക്കില്ല. ആരോഗ്യം ഓടിച്ചാടി നടക്കാനോ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ചിന്തയോ പേരോ പ്രശസ്തിയോ ഒരുപാട് ധനത്തിനുള്ള പരിശ്രമമോ വേണമെന്ന് എനിക്കില്ല. ഭവത്പാദാംബോജസ്മരണരസിയോ, ആ കിട്ടിയ ആരോഗ്യം കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശം? അങ്ങയുടെ പാദസ്മരണ മാത്രം. അതിലിങ്ങനെ ആസക്തി പൂണ്ട് രസം അനുഭവിച്ചിട്ട് ഒരു ഭാഗത്തിരിക്കുക. നാമനിവകാനഹങ്കായം, അങ്ങയുടെ ഭാവങ്ങളും ചൊല്ലി കൃഷ്ണ ഗോവിന്ദ നാരായണ എന്ന് ജപിച്ച് ഗായം വീണ്ടും വീണ്ടും പാടിയിട്ട് കുഹചനവിവത്യാമി വിജനെ, അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ വസിച്ചോളാം എന്ന് പറയുകയാണ്. കുഹജനവിവത്യാമി വിജനെ, കുറേയധികം ആളുകൾ അറിയണമെന്നോ പേരോ പ്രശസ്തിയോ ഒന്നും അടിയന് വേണ്ട. അതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഇട്ട് പോകേണ്ടതല്ലേ? അപ്പോൾ പേര് കിട്ടണം, 4 ആളുടെ മുമ്പാകെ എനിക്ക് കുറച്ച് പ്രസംഗിക്കണം, അതൊന്നും ബട്ടേരി പറഞ്ഞില്ല. പക്ഷെ അതൊക്കെ തന്നെ ഉണ്ടായി. അദ്ദേഹത്തെ ഇപ്പം എത്ര ആൾ അറിയണു? അദ്ദേഹം പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടുമില്ല, എനിക്കത് വേണ്ട. കുഹചന വിവത്സ്യാമി വിജനെ, ജനമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക, അത്രേ എനിക്ക് വേണ്ടൂ. അഹങ്കായം കുഹചന വിവത്സ്യാമി വിജനെ, തിരുനാമങ്ങളെ ഇടപെടാതെ പാടിക്കൊണ്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക, അത്രേ എനിക്ക് വേണ്ടൂ. അതിനുള്ള ആരോഗ്യം എനിക്ക് തരണം എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഗതക്ലിഷ്ടം, കഷ്ടം, രോഗങ്ങൾ ക്ലേശിപ്പിച്ച് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൽ എങ്ങനെയാണ് അങ്ങേ ചിന്തിക്കാൻ സാധിക്കുക? അപ്പം അതിന് അത്യാവശ്യം ഈ ശരീരത്തെയോ എൻ്റെ കുടുംബത്തെയോ കൊണ്ടു നടത്താനുള്ള ധനോ സൗകര്യമോ ആരോഗ്യമോ എനിക്ക് തരണം എന്ന് നമ്മുടെ പ്രാർത്ഥന. ഗതം എന്ന് മാത്രമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ. സർവേശ്വര, ശരീരം ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സ് ശരിയാവുക? മനസ്സ് ശരിയായില്ലെങ്കിൽ എങ്ങനെ ഭജിക്കുക? അപ്പോൾ അതിന് വേണ്ട ഒരു ആരോഗ്യം. കല്യതാം മമ കുരുഷ്യതാവതിം കല്യതേ ഭവതുപാസനം മേയ, ഏതുകൊണ്ടാണോ അങ്ങയുടെ ഉപാസനം സാധ്യപ്പെടുന്നത് അത്രയ്ക്കുള്ള ആരോഗ്യമെങ്കിലും എനിക്ക് വേണം. അതിലപ്പുറമൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് എടുത്താൽ പന്താത്ത കാര്യങ്ങൾ ചെയ്യാനോ സ്പോർട്സിൽ കയറി ഓടിച്ചാടാനോ ലോകം മുഴുവനെ എത്താനോ എനിക്ക് ആഗ്രഹമില്ല. അതൊന്നും വേണ്ട, അതിനുള്ള ആരോഗ്യം വേണ്ട. അങ്ങയെ ഉപാസിക്കാൻ തക്കവണ്ണമുള്ള ആരോഗ്യം, കുളിക്കാനും ഒരു ഭാഗത്തിരിക്കാനും അതിനും വേണ്ട ഒരു ആരോഗ്യം ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? കുളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സർവേശ്വര, അങ്ങയുടെ പാദപത്മത്തിനെ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗം തന്നിട്ട് എന്നെ കൊല്ലരുതേ. സർവേശ്വര, ശരീരമുണ്ട്, ഇനി അങ്ങയെ ഭജിക്കാനും വയ്യാച്ച എത്ര വലിയൊരു ദുഃഖം വേറെ ഉണ്ടോ? ശരീരം കിട്ടിയിട്ട് ഭജിക്കാൻ സാധിക്കണില്ല, ആഗ്രഹമുണ്ട്. എണീക്കാൻ വയ്യ, കുളിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കുമ്പിടാൻ വയ്യ, കുനിയാൻ വയ്യ, വല്ലാതെ വേദനിക്കണു, അവിടെ വേദനിക്കണു, ഇവിടെ വേദനിക്കണു എന്ന് വന്നാൽ ഈ ശരീരം കൊണ്ട് ഞാൻ എങ്ങനെയാണ് അങ്ങയെ ഭജിക്കുക? അത് ഒന്ന് കാത്ത് എന്നെ രക്ഷിക്കണേ സർവേശ്വര, കരുണാകടാക്ഷം എന്നിലുണ്ടാവണേ എന്ന് മാത്രമാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഗതക്ലിഷ്ടം കഷ്ടം തപചരണസേവ രസബനെ ഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. അങ്ങനെ ഭജിക്കാനുള്ളതായിട്ടുള്ള മനസ്സ് അതിൽ വരാത്തത് വിധത്തിൽ രോഗങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കണു. ആ രോഗങ്ങളൊന്ന് മാറ്റിയിട്ട് എനിക്ക് എന്താക്കി തരണം? ആ ആരോഗ്യത്തെ തരണം. ഞാൻ എന്താ ചെയ്യുക? ഭവത്പാദാംബോജസ്മരണരസിയോ, ആ പാദപത്മത്തെ ഭജിച്ച് നാമവും ജപിച്ച് അഹം ഗായം കുഹജന വിവത്സ്യാമി വിജനെ, എവിടെയെങ്കിലും ഒരു സ്ഥാനത്തിരുന്ന് അങ്ങയെ ഭജിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ള ആരോഗ്യമെങ്കിലും നമുക്ക് ഉണ്ടാവാനാണ് ഈ ആരോഗ്യം ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഏത് പ്രാർത്ഥിക്കുകയാണെങ്കിലും ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതാണ് ദരിദ്രനായിട്ടുള്ള രോഗിയായിട്ടുള്ള സമ്പന്നനേക്കാൾ
ആരോഗ്യവാനായിട്ടുള്ള ദരിദ്രനാണ് ഭാഗ്യം ചെയ്തവൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ ആ ഒരു ആരോഗ്യം, അതിനുള്ളൊരു സാധ്യത, അങ്ങേ ഭജിക്കാനുള്ള ആ ഒരു ഏറ്റവും കുറഞ്ഞ ആ ഒരു ആരോഗ്യാവസ്ഥയെങ്കിലും എനിക്ക് നൽകിയാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരുന്ന കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് ജപിച്ച് അങ്ങയുടെ നാമവും ജപിച്ച് ഞാനങ്ങനെ കഴിഞ്ഞുകൂടിക്കോളാം എന്ന് പറയുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.